മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാനസിക ശേഷി പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഇതിലത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മെൻ്റൽ എബിലിറ്റി സീരീസിൽ വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻസാണ് വീണ്ടും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോകളിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പിക്ചർ അനലോഗ്, പിക്ചർ സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, വേർഡ് അനലോഗ് ഉണ്ട്, ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ എംബഡഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രമുണ്ട്, മിസ്സിംഗ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 6 ക്വസ്റ്റ്യൻസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ ഈ ചോദ്യങ്ങളിൽ, ഈ 6 ചോദ്യങ്ങളിൽ 3 ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി വീണ്ടും 3 ക്വസ്റ്റ്യൻസ് കൂടെ ഇതിന് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെയൊക്കെ പോവാം. ഫസ്റ്റിൽ പറഞ്ഞത് പിക്ചർ ടൈപ്പാണ്. ഈ 4 ക്വസ്റ്റ്യൻസ് ഇവിടെ ഫിഗേഴ്സ് തന്നിട്ടുണ്ട് എങ്കിൽ നെക്സ്റ്റ് ഫിഗർ എന്തായിരിക്കും? വിച്ച് ഓഫ് ദി ഫോളോവിങ്സ് കമ്മിങ് നെക്സ്റ്റ് ഇൻ ദ സീരീസ്? ഈ സീരീസിൽ അടുത്തത് വരുന്നത് എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് 4 ഓപ്ഷൻ നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ ആൻസർ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കൂ, ഇവിടെ നമുക്ക് 4 അടയാളങ്ങളുണ്ട് ഇവിടെ, അല്ലേ? ഈ അടയാളത്തിന് ഇവിടെ എത്തുമ്പോൾ എന്തൊക്കെ മാറ്റം വന്നു എന്ന് നോക്കാം. നോക്ക്, ഇവിടെയുള്ള ഈ റെക്റ്റാങ്കിള് എവിടെ എത്തി? രണ്ടാമത്തേൽ വലതു ഭാഗത്തെത്തി. അത് വീണ്ടും എവിടെ എത്തി? മൂന്നാമത്തിൽ താഴെ എത്തി. അത് വീണ്ടും ഇവിടെ എത്തി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഓരോ കോളത്തിലൂടെയും പോയിട്ടാണ് വരുന്നത്, അല്ലേ? ഇപ്പോൾ ഇവിടെ എത്തി. അടുത്തത് ഇനി ഇത് എവിടെ എത്തും? ഇവിടെ എത്തും. അതായത് ഇനി വരാൻ പോകുന്ന ചിത്രത്തിൽ ഏറ്റവും മുകളിൽ വരുന്നത്, ആ മോഡലിൽ പറയുമ്പോൾ എന്താണ് വരിക? ഏറ്റവും മുകളിൽ വരുന്നത് ഈ രൂപമാണ് ഏറ്റവും മുകളിൽ വരിക. ഓക്കെ, രണ്ടാമത്തെ നോക്കിക്കോളൂ. ഇവിടെ സ്റ്റാറാണുള്ളത്. ഇവിടെയാണ്, ഈ വലത് ഭാഗത്താണ് സ്റ്റാർ ഉള്ളത്. അപ്പോൾ ഈ താഴെയാണ് ഇവിടെ സ്റ്റാർ. ഈ വലത് ഭാഗത്തുള്ളത് ഇവിടെ എത്തി, അല്ലേ? ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇതാ ഇവിടെ രണ്ടാമത്തേത് ഇവിടെ എത്തി, അതായത് ഇവിടെ എത്തി. മൂന്നാമത്തേൽ എവിടെ എത്തി? ഇടത് ഭാഗത്തെത്തി, ഇവിടെ എത്തി. അപ്പോൾ നാലാമത്തേൽ എവിടെ എത്തി? ഇവിടെ എത്തി. അപ്പോൾ അഞ്ചാമത്തേൽ എവിടെ എത്തും എന്നുള്ളതാണ്. ഇവിടെ ഏതാ? ഇവിടെ എത്തി. അപ്പോൾ മുകളിലെത്തി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എവിടെ എത്തും? അടുത്ത സ്റ്റെപ്പിൽ ഈ റൈറ്റ് സൈഡിൽ വരും. അതായത് ഈ റൈറ്റ് സൈഡിലാണ് എന്ത് വരിക? നക്ഷത്രം വരിക. അപ്പോൾ ഇനി ഓപ്ഷൻസ് നോക്കാം. 3 എഴുതുന്നതിന് മുമ്പിലേ തന്നെ ഓപ്ഷനിൽ ആൻസർ നോക്കാം. ഇവിടെ മേലെയുണ്ട്, ഇവിടെ മുകളിലുണ്ട്, പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെയുണ്ട്. അപ്പോൾ ഈ 2 ഏതും ഒന്നായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നെ നക്ഷത്രം ഇവിടെ വരുന്നുണ്ട് റൈറ്റിൽ. അപ്പോൾ ഇവിടെ നക്ഷത്രം റൈറ്റിൽ ഇല്ല, വലത് ഭാഗത്തില്ല. അപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ആൻസർ എന്താ വരിക? ഇതാണ് വരിക. മൂന്നാമത്തതും നാലാമത്തതും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതും രണ്ടും ഒരേപോലെ ഉള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാം കണ്ടുപിടിച്ചിട്ട് ആൻസർ എഴുതുകയല്ല വേണ്ടത്. 1 2 എണ്ണം കണ്ടുപിടിച്ചിട്ട് നോക്കുക. അതിൽ ഓപ്ഷനിൽ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം ആസ് ഇൻ ദ റിലേഷൻ ഓഫ് ദ ലെഫ്റ്റ് 2 ടേംസ്. ഈ ഇടത് ഭാഗത്തുള്ള 2 ടേംസ്, 2 വാക്കുകൾ തമ്മിലുള്ള ബന്ധം പോലെ ഈ വലതു ഭാഗത്തുള്ള 2 എണ്ണം, അതായത് ഒന്ന് ഇവിടെയുണ്ട്, അടുത്തതും ബന്ധമുള്ള വാക്ക് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. നോക്ക്, ടേബിള്, വുഡ്. എന്താ ബന്ധം? ഈ മേശയും മരവും തമ്മിലുള്ള ബന്ധം എന്താ? അല്ലെ മേശയും തടിയും തമ്മിലുള്ള ബന്ധം എന്താ? മേശയും തടിയും തമ്മിലുള്ള ബന്ധം, തടി കൊണ്ടാണ് മേശ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ ക്ലോത്ത് എന്ന് പറഞ്ഞ വസ്ത്രമാണ്. അത് ഏതുമായിട്ടാണ് ഏതുമായിട്ട് ഉണ്ടാക്കുന്നത് നോക്കിയാൽ മതി. ഈ വസ്ത്രം ഉണ്ടാക്കുന്നത് ഏതുവാണെന്ന് നോക്കിയാൽ മതി. തയ്യൽ, സ്വിങ് എന്ന് പറഞ്ഞാൽ തയ്ക്കലാണ്, ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്, കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തിയാണ്, വീവിങ് എന്ന് പറഞ്ഞാൽ നെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദ്യം. ഒരു വസ്തുവാണ് വേണ്ടത്. വുഡ് പോലെയിൽ നിന്നാണ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഏതാണ്? കോട്ടണിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? പരുത്തിയിൽ നിന്നാണ് വസ്ത്രം ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വരിക? കോട്ടൺ ആണ് ഇതിൻ്റെ ആൻസർ വരിക. ബാക്കിയെല്ലാം ആ തരത്തിലുള്ളതല്ല. ചെയ്യേണ്ട വർക്കുകളാണ് 2 എണ്ണം. പിന്നെ ഇത് ഉണ്ടാക്കിയ സാധനമാണ്. ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ക്ലോത്തിൽ പെട്ടതാണ് എന്ത്? ഡ്രസ്സ്. അപ്പോൾ ഉണ്ടാക്കുന്നതാണ്, ക്ലോത്ത് ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കാം. ഈ
മൈനസ് എന്ന് പറയുന്നത് ബന്ധം തന്നിട്ടുണ്ട്, ഡിവിഷനാണ്. ഡിവിഷൻ ഇൻറ്റു ആണ്, പ്ലസ് മൈനസ് ആണ്, ഇൻറ്റു പ്ലസ് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് കറക്റ്റ് എങ്കിൽ താഴെ പറയുന്ന ഇക്വേഷൻ 4 തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ ആൻസർ ചെയ്താൽ തെറ്റാണ്. ഇവിടെ മൈനസ് എന്ന് പറഞ്ഞത് ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഓരോരോ ചിഹ്നങ്ങളും നോക്കിയിട്ട് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഞാൻ മാറ്റി എഴുതാം 20. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു ആണ്. നോക്ക് 4. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷനാണ്, മൈനസ് 8. ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ആണ്. പിന്നെയോ പ്ലസ് ഇൻറ്റു പ്ലസ് 10 ആണ്. പിന്നെ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്, മൈനസ് 6. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടും നോക്കിയാൽ. ഇങ്ങനെ വരുമ്പോൾ ആദ്യം ഡിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 ഡിവൈഡഡ് ബൈ 8 വേണം 1/2 കിട്ടും. 4 ഹരിക്കണം 8 പറഞ്ഞാൽ 1/2. 20 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും അല്ലേ? അല്ലെങ്കിൽ 20 ഇൻറ്റു 4 80, 80 8 കൊണ്ട് വെച്ചാൽ 10. 10ഉം 10ഉം 20. 20 6 പോയാൽ 14. 14 അല്ല, ഇവിടെ 36 തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20 ഉണ്ട്. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് പറഞ്ഞാൽ നിങ്ങൾ നോക്കാം, ഡിവിഷനാണ്. 20 മൈനസ് 5, അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയാൽ? ഇൻറ്റു ആണ്. എത്ര? ഇൻറ്റു 4. പിന്നെ പ്ലസ് ആണ്. പ്ലസ്സിന് പകരം എന്താണ് വരിക? മൈനസ് ആണ്. എത്ര? 6. ഇൻറ്റുവിന് പകരം എന്താണ് വരിക? ഇൻറ്റുവിന് പകരം പ്ലസ് ആണ് വരിക. എത്ര? 5. ഇനി നോക്കി വില നോക്കിയാൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആദ്യം ചെയ്യണം. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5. 5 ഇൻറ്റു 4. 5 ഇൻറ്റു 4 നമുക്ക് എത്ര കിട്ടി? 20. 20 നിന്ന് നമുക്ക് 6 കുറച്ചു. 20 നിന്ന് 6 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. 14 5 നമുക്ക് എത്ര കിട്ടും? 20 നിന്ന് 6 കുറച്ചാൽ 14. 14ഉം 5ഉം നമുക്ക് എത്ര കിട്ടും? 19 കിട്ടും. 25 6 പോയാൽ 19 കിട്ടും. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷനാണ്. 5 കറക്റ്റാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആണ്, അത് കറക്റ്റ്. 4. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആണ്. പ്ലസ് മൈനസ് ആണ് 6. ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ് 5 കറക്റ്റ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 4. 4 സോറി, ഇതാ 20 ഹരിക്കണം 5 4. 20 ഇവിടെ 5 അല്ല, ഇവിടെ 4 ആണ് വരിക. 20 ഡിവൈഡഡ് ബൈ 5 4. 4 ഇൻറ്റു 4 നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. 16 മൈനസ് 6 പ്ലസ് 5. 16 6 പോയാൽ 10. 10 പ്ലസ് 5 നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. 20ന് 5ന് ഞാൻ 5 എന്നാണ് എഴുതിയത്. 20ന് 5 കൊണ്ട് വെച്ച് 4 ആണ്. 4 ഇൻറ്റു 4 16. 16 6 പോയാൽ 10. 10 5 15. അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇഫ് യൂണിവേഴ്സൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ലാസി നുറേവ്, ദെൻ വാട്ട് ഈസ് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഇങ്ങനെയാണ് കണക്ഷൻ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റെക്റ്റാങ്കിൾ ഏതുമായിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ യൂണിവേഴ്സൽ എന്ന് ഞാൻ എഴുതാം. യൂണിവേഴ്സൽ എന്നെഴുതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, യൂണിവേഴ്സലിലത്തെ ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെ യു ഉണ്ട്, ഇവിടെ യു ഉണ്ട്, എൻ ഉണ്ട്, എൻ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള അക്ഷരങ്ങൾ തന്നെയാണ് ഇവിടെ മാറ്റി മാറ്റി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളൂ. ദാ ലാസി നുറേവ് എന്നല്ലേ, ലാസി നൂറേവ് എന്നാണ് വരുന്നതെങ്കിൽ ഇത് ഏത് ക്രമത്തിലാണ് ഇവർ പോയിട്ടുള്ളത് എന്ന് നോക്കിയാൽ മതി. ഇതിന് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക, ഇതിൽ യു ഉണ്ട്, ഈ യു എത്രാമത് വന്നു എന്ന് നോക്കുക. യു എത്രാമത് വന്നു? 1 2 3 4 5 6ാമത് വന്നു. അങ്ങനെയാണ് എങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതിൻ്റെ യു എത്രാമത് വന്നു? 1 2 3 4 5 6ാമത്തത് വന്നു. അപ്പോൾ യു ഇവിടെ 6ാമത് വന്നുവെങ്കിൽ 6 എന്ന് പറയുന്നത് അടുത്തതിൻ്റെ 6ാമത്തത് വരണം. അടുത്ത ആൻസറിൻ്റെ 6ാമത്തത് എന്ത് വരണം? 6 എന്നുള്ളതാണ് വരേണ്ടത് അല്ലേ? ആൻസറിൻ്റെ ഇവിടെ 6 എന്ന് പറയുമ്പോൾ ഇതിലത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലത്തെ 6ാമത്തെ ലെറ്റർ വരണം. അപ്പോൾ നോക്ക് 1 2 3 4 5 6 6അല്ല അവിടെയുള്ളത്.
1 2 3 4 5 6 ഇവിടെ 6 വരുന്നുണ്ട്, ആറാമത്തത്. ഇവിടെയോ 1 2 3 4 5 6 ഇവിടെ വരുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ലെറ്റർ, ഇതിലത്തെ ഒന്നാമത്തെ ലെറ്റർ ഇവിടുത്തെ ആറാമത്തെ ലെറ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ലെറ്റർ ആറാമത്തെ ലെറ്റർ ആയതുകൊണ്ട് ഇതിലത്തെ ഒന്നാമത്തെ ലെറ്റർ എന്ത് വരണം? ഓപ്ഷനിലത്തെ ആൻസറിൽ വരുന്ന ആറാമത്തെ ലെറ്റർ ആയിട്ട് വരണം. അപ്പോൾ എന്ത് കിട്ടും? ഈ ആൻസർ ഈസി ആയിട്ട് ഇത് കിട്ടി. ഇത് ആണ് ഒരു തരം. ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 നമ്പർ ഇങ്ങനെ കൊടുക്കും. 1 2 3 4 5 6 7 8 9 ഓരോ നമ്പർ ഇങ്ങനെ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ക്രമം എഴുതും. എൽ എത്രയാണ്? 9. നോക്ക്, എൽ ഇവിടെ 9. പിന്നെ അടുത്തത് എ ആണ്. എ എത്രാമത്താണ്? 8. പിന്നെ വരുന്നത് എത്ര? എസ് എന്താണ് വരുന്നത് ഇവിടെ? 6. ഓക്കെ. ഐ പിന്നെന്താ വരുന്നത്? എസ് കഴിഞ്ഞിട്ട് 6 അല്ലേ? എസ് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് നോക്കിക്കോ, ഓരോരോ അക്ഷരങ്ങൾ എങ്ങനെയാണ്, ഏത് ക്രമത്തിലാണ് വരുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ 9 8. പിന്നെ എസ് വരുന്നത് എത്രയാണ്? 7. എസ് വരുന്നത് 7 ആണ്. എസ് വരുന്നത് 7 ആണ്. ഐ വരുന്നത് എത്രയാണ്? 3 ആണ്. നോക്ക്. പിന്നെ എൻ വരുന്നത് എത്രയാണ്? എൻ വരുന്നത് 2 ആണ്. യു വരുന്നത് 1 ആണ്. അപ്പോൾ ഇതേമാതിരി ഓരോ നമ്പറിനും ഇവിടെ 6 ആണ്. പിന്നെ ഇ വരുന്നത് എത്രയാണ്? 5 ആണ്. പിന്നെ വി വരുന്നത് എത്രയാണ്? വി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ വി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈ 1 2 3 4 എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഈ ക്രമത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിന് നമ്മളിപ്പം 1 2 3 4 5 6 7 8 9 എന്ന് കൊടുത്താൽ നമുക്ക് ആദ്യം വരേണ്ടത് എന്ത്? 9ാമത്തത്. ആദ്യം വരേണ്ടത് 9ാമത്തത്. അപ്പോൾ ഏതാണ് ഇവിടെ വരേണ്ടത്? ഇ ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ വരേണ്ടത് 9ാമത്തത് വരണം. 9ാമത്തത് വരണം. പിന്നെ വരുന്നത് എത്രാമത്താണ്? 8ാമത്താണ് വരേണ്ടത്. 8ാമത്തത് വരുമ്പോൾ എല്ല് വരണം. മനസ്സിലായില്ലേ? പിന്നെ വരുന്നത് എന്ത്? 7ാമത്തത്. 7ാമത്തെ ഏതാണ് വരല്? 7ാമത്തത് വരുന്നത് ജി ആണ്. ജി കണ്ടില്ലേ? ഇതേ ആൻസർ കണ്ടില്ലേ? ELGCER എന്നുള്ള ഇതേ ഓർഡറിൽ വരും. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അക്ഷരം വേറെ എവിടെയുണ്ടോ നോക്കിയിട്ട് അതിനും കണക്കായിട്ട് വരുന്നത് ഓപ്ഷനിൽ 1 മാത്രമേ ഉള്ളെങ്കിൽ ഈസിയായി. പക്ഷേ ഇതേപോലെ തന്നെ വേറെ ഒന്നിൽ 6ാമത്തേൽ 6 ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു ലെറ്ററും കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് ഞാൻ പറഞ്ഞത്. ഒരു വേർഡിലത്തെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് വേറൊരു പ്രത്യേക ഓർഡറിൽ വരുന്നുണ്ടെങ്കിൽ ആദ്യത്തേതിനെ 1 2 3 4 എന്ന് എഴുതിയിട്ട് അത് രണ്ടാമതേലും അതേ നമ്പർ മാറി വരുമ്പം ഏത് ക്രമത്തിൽ വരുന്നു എന്ന് ഇവിടെ നോക്കിയിട്ട് എഴുതുക. അതിൻ്റെ മനസ്സിലായല്ലോ? ഇവിടെ ഇവിടുന്ന് ലാസിന്ന് വന്നുകൊണ്ട് ആദ്യം എൽ 9ാമത്തെ എന്നു. അപ്പോൾ റെക്റ്റാങ്കിൾ, അപ്പോൾ 9ാമത്തത് ആദ്യം വന്നു. അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെ ആൻസറായി. ഇത് ഒരു എംബഡഡ് ആയിട്ടുള്ള ചിത്രമാണ്. ഈ ക്വസ്റ്റ്യൻ പല കുട്ടികൾക്കും അറിയില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ രൂപം നിങ്ങളിവിടെ കണ്ടല്ലോ. ഈ രൂപമുള്ള ചിത്രം ഇതിലേതോ ഒന്നിലുണ്ട്. ഏതോ ഒരു ചിത്രത്തിൽ ഈ രൂപം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഏത് ചിത്രമാണെന്നാണ് നോക്കുക. ഈ ചിത്രം ഇതിലുണ്ടോ നോക്കിയാൽ ഇത് റൈറ്റ് സൈഡാണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡാണ് ഇത്. അപ്പോൾ ഈ എൻഡിൽ നിന്ന് ഇവിടത്തേക്കാണ് വര വരുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്ക് ഇല്ലല്ലോ. ഇങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ, ഒരു ജനലിൻ്റെ ജനാലമായി തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വരയുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ അതിലില്ല. അതുകൊണ്ട് ഈ ചിത്രം അതിൽ വരില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഈ ചിത്രത്തിൽ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ഇങ്ങനെയുണ്ട്. പക്ഷേ എന്താ പ്രത്യേകത? ഈ വരച്ചിട്ടുള്ള ഈ വര ഇവിടെ ഉള്ളത് എവിടെയാണ്? ഈ വരയുടെ സെൻറ്ററിലാണുള്ളത് അല്ലേ? ഇവിടെ എവിടെയാണുള്ളത്? സെൻറ്ററിലല്ല, കുറച്ചും കൂടെ മുകളിലാണുള്ളത്. അതുകൊണ്ട് ഇതും നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നോക്ക്. ഇവിടെ എന്തില്ല? ഇങ്ങനെ വരച്ചെടുക്കുന്ന ക്രോസിൽ വരച്ച വര ഇവിടെ കാണുന്നില്ല. ഇല്ലല്ലോ, ക്രോസിൽ വര വേണ്ടേ? അതിവിടെ ഇല്ല. ഇനി ഈ ചിത്രം നോക്കാം. അപ്പോൾ ഇതും ആവില്ല. ഈ ചിത്രം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച വര ഇവിടെയുണ്ട്. കറക്റ്റ് അല്ലേ? പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച കണ്ടില്ലേ? കുറച്ച് മുകളിലായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച വര ഇവിടെയുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇങ്ങനെ വരച്ചു, ഇങ്ങനെയുണ്ട്. പിന്നെ ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ചിത്രം കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഒന്ന് ഇവിടെയുണ്ട്. കണ്ടില്ലേ? ഉണ്ട്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഇത്. ഈ ടൈപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിനാണ് ഇതുപോലെ ചോദ്യം കൊടുത്തത്. ഇതിനു മുമ്പും NMMS പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദ്യങ്ങൾ
വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു മിസ്സിംഗ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മിസ്സിംഗ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് നമ്പർ തന്നിട്ടുണ്ട്, പുറത്തെ തന്നിട്ടുണ്ട്, അതുപോലെ അകത്തും തന്നിട്ടുണ്ട്. ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതും തമ്മിൽ ബന്ധമുണ്ടോ നോക്കുക. ഇത് 15 16 അടുത്തടുത്താണ്, 12 36 3 മടങ്ങാണ്. ഈ 9 23 ബന്ധമില്ല. പിന്നെ ക്രോസിലുണ്ടോ നോക്കും. 16 36 12 15 അവിടെയും ഒരു പ്രകടമായ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളതില്ല. പിന്നെ നോക്കുന്നത് എന്താണ്, ഈ നമ്പറുകൾ നമുക്ക് ഇവിടെ ഈ 4 മൂലക്കല്ലേ, ഇവിടെ 4 എണ്ണത്തല്ലേ തന്നിട്ടുള്ളത്. ഈ 38 എന്ന് പറയുന്നത് ഈ നോക്കിയിട്ട് ഈ 45 എടുക്കുക, ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നതാണോ നോക്കുക. അല്ല, എന്നാൽ ഇതാ നോക്കി, ഈ 45 എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണെന്ന് നോക്കുക. അതെ, 36 9 കൂട്ടിയാൽ 45. അത് കറക്റ്റായി. ഇനി നോക്ക്, 11 16 കൂട്ടിയാൽ എത്ര കിട്ടും? 27 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ വരുന്നത് സംഭവം ഈ പുറത്തേത്തെ ഓപ്പോസിറ്റിലെ മൂലക്ക് കോർണറിലത്തെ 2 നമ്പർ ആഡ് ചെയ്തതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ നമ്പറും ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ 23 15 കൂട്ടിയിട്ടായിരിക്കണം ഇവിടെ നമുക്ക് 38 കിട്ടുന്നുണ്ട്. 23 15 കൂട്ടിയാൽ 38 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത നമ്പറാണ് ഈ 35 വരിക. അപ്പോൾ 12 ഇതും കൂട്ടിയാൽ 35 കിട്ടും. 12ൻ്റെ പേര് എത്ര കൂട്ടിയാലാണ് 35 കിട്ടുക? ആൻസർ 23. അല്ലെങ്കിൽ 35 12 കുറച്ചാൽ മതി, നമുക്ക് 23 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 23 എന്ന് കിട്ടും. ഇപ്പോൾ ആദ്യമായി കാണുന്ന കുട്ടികൾക്ക് ഈ ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവുമെങ്കിലും ചോദ്യത്തിൻ്റെ രീതി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാം ഹാളിൽ നിന്ന് പുതിയൊരു മോഡൽ ചോദ്യം വരുമ്പോൾ ആ ബേജാറ് മാറുന്നതിന് ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കും, മാറാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് എളുപ്പമാക്കാൻ സഹായിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ. ഓക്കെ.